നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാലിന്യ സംസ്കരണത്തിലെ വീഴ്ച, പരിയാരം മെഡിക്കൽ കോളേജിനും കുറുമാത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും പിഴ. നടപടി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പരിശോധനയിൽ കണ്ടെത്തിയ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിനെതിരെ. തലശ്ശേരി ജില്ലാ ജഡ്ജിക്കും അഭിഭാഷകർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ. 3 കോടതികൾ 2 ദിവസത്തേക്ക് അടച്ചു. അലർജിക്ക് സമാനമായ ലക്ഷണങ്ങൾ ഏവർക്കും. എളയാകൂർ CHM-ൽ രക്തദാന ക്യാമ്പ് നടന്നു. ക്യാമ്പ് സംഘടിപ്പിച്ചത് സ്കൂൾ NSS യൂണിറ്റും ഗവൺമെന്റ് ഹോസ്പിറ്റലും ബ്ലഡ് ഡൊണേഷൻ കേരളയും സംയുക്തമായി. വാർത്തകൾ വിശദമായി. മാലിന്യ സംസ്കരണത്തിലെ വീഴ്ച, പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനും കുറുമാത്തൂർ GVHSS-നുമെതിരെ നടപടിയുമായി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. പരിയാരം മെഡിക്കൽ കോളേജിലെ ജനറൽ വാർഡുകളിൽ നിന്നുള്ള കക്കൂസു മാലിന്യം ഡോക്ടർമാരുടെ വാഹന പാർക്കിംഗ് ഏരിയയിൽ കെട്ടിക്കിടക്കുന്ന നിലയിൽ സ്ക്വാഡ് കണ്ടെത്തി. കുറുമാത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദ്രവ മാലിന്യങ്ങൾ അശാസ്ത്രീയമായി സംസ്കരിക്കുന്നതായും പരിശോധനയിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത്. തുടർ നടപടി സ്വീകരിക്കുന്നതിന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഗ്രാമപഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകി. ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് കുറുമാത്തൂർ, കടന്നപ്പള്ളി, പാണപ്പുഴ ഗ്രാമപഞ്ചായത്തുകളിൽ നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. പരിയാരം മെഡിക്കൽ കോളേജിലെ ജനറൽ വാർഡുകളിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം കെട്ടിടത്തിനോട് ചേർന്ന് ഡോക്ടർമാരുടെ വാഹന പാർക്കിംഗ് ഏരിയയിൽ കെട്ടിക്കിടക്കുന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത്. കുറുമാത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദ്രവ മാലിന്യങ്ങൾ അശാസ്ത്രീയമായി സംസ്കരിക്കുന്നതായും സബ് ജില്ലാ കലോത്സവ നഗരിയിൽ നിരോധിത പ്ലാസ്റ്റിക് ഷീറ്റിൽ ഭക്ഷണം പാർസൽ നൽകുന്നതായും ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തി. മേൽ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഗ്രാമപഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകി. ടീം ലീഡർ MV സുമേഷ്, അംഗങ്ങളായ സിറാജുദ്ദീൻ K, നിതിൻ വത്സലൻ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കൂത്തുപറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ സുകേഷ് കുമാർ വണ്ടിച്ചാലിന്റെ നേതൃത്വത്തിൽ പാത്തിക്കൽ, ഇളമാങ്കൽ മേഖലകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ ചാരായം വാറ്റാൻ പാകപ്പെടുത്തിയ നിലയിൽ 400 ലിറ്റർ വാഷ് കണ്ടെടുത്തു. 2 ബാരലുകളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു വാഷ് ഉണ്ടായിരുന്നത്. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സുകേഷ് കുമാർ വണ്ടിച്ചാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വൻ വാറ്റ് കേന്ദ്രം കണ്ടെത്തിയത്. കണ്ണവം റിസർവ് വനാതിർത്തിയിൽ 200 ലിറ്റർ കൊള്ളുന്ന 2 ബാരലിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു വാഷ് കണ്ടെടുത്തത്. വെള്ളം, ധാന്യങ്ങൾ, നവസാരം എന്നിവ ചേർത്ത് തയ്യാറാക്കിയ വാഷാണ് കണ്ടെടുത്തത്. ഇതിനു മുമ്പും ഈ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ വാഷും ചാരായവും കണ്ടെടുത്ത് കേസെടുത്തിരുന്നു. പ്രിവന്റീവ് ഓഫീസർ ഷാജി U, സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രജീഷ് കോട്ടായി, വിഷ്ണു N, C സുബിൻ, M ബിനീഷ്, MA ജിജീഷ് ചെറുവിലായി, ഡ്രൈവർ ലതീഷ് ചന്ദ്രൻ എന്നിവരടങ്ങുന്ന സംഘമാണ് വാഷ് കണ്ടെടുത്തത്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ അനധികൃതമായി കടത്താൻ ശ്രമിച്ച സ്വർണം പോലീസ് പിടികൂടി. ഷാർജയിൽ നിന്നും ഇന്ന് പുലർച്ചെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരനായ ചപ്പാരപ്പടവ് സ്വദേശി മുസ്തഫയിൽ നിന്നുമാണ് അനധികൃതമായി കടത്താൻ ശ്രമിച്ച സ്വർണം എയർപോർട്ട് പോലീസ് പിടികൂടിയത്. 832.4 ഗ്രാം സ്വർണമാണ് ഇയാൾ ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത്. എയർപോർട്ടിലെ പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഇയാളെ സംശയം തോന്നിയതിനെ തുടർന്ന് എളമ്പാറയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പരിശോധനയിൽ ശരീരഭാഗത്ത് ക്യാപ്സ്യൂൾ രൂപത്തിൽ ഒളിപ്പിച്ച നിലയിൽ 3 സ്വർണ്ണ മിശ്രിതം കണ്ടെത്തി. പിന്നീട് സ്വർണ്ണ മിശ്രിതം വേർതിരിച്ചെടുത്തതിൽ 832.4 ഗ്രാം സ്വർണമാണ് ലഭിച്ചത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ IPS-ന്റെ നേതൃത്വത്തിൽ ശക്തമായ പോലീസ് പരിശോധനയാണ് എയർപോർട്ടിനും പരിസരത്തും നടത്തിവരുന്നത്. എയർപോർട്ട് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് സ്വർണം പിടികൂടിയത്. ഭാരതീയ മസ്ദൂർ സംഘം VMS കണ്ണൂർ ജില്ലാ സമ്മേളനം നവംബർ 4, 5 ദിവസങ്ങളിൽ കണ്ണൂരിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 4-ാം തീയതി സംഘടനാ യോഗം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടക്കും. പ്രതിനിധി സമ്മേളനം നവംബർ 5 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണൂർ ചേംബർ ഹാളിൽ ദേശീയ സെക്രട്ടറി V രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ തൊഴിൽ മേഖല വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡിന് ശേഷം തൊഴിൽ മേഖല വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. നിരവധി വ്യവസായശാലകൾ അടച്ചുപൂട്ടുകയും ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തു. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിലും മതിയായ വേതനം ലഭ്യമാക്കുന്നതിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂടുതൽ നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം ത്രൈവാർഷിക സമ്മേളനമായിട്ടാണ് നമ്മൾ VMS സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത്. ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഏപ്രിൽ മാസം തന്നെ നമ്മുടെ ദേശീയ സമ്മേളനം ബീഹാറിലെ പാറ്റ്നയിൽ വെച്ച് ചേർന്നിരുന്നു. തുടർന്ന് പഞ്ചായത്ത് തലത്തിൽ മേഖലാ തലത്തിലൊക്കെ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ജില്ലാ സമ്മേളനങ്ങൾ ഏതാണ്ട് പൂർത്തീകരിച്ചു വരികയാണ്. 11 ജില്ലയിൽ സമ്മേളനങ്ങൾ കഴിഞ്ഞു. ഇനി 3 കണ്ണൂർ ഉൾപ്പെടെ 3 ജില്ലകളിലാണ് ബാക്കിയുള്ളത്.
തുടർന്ന് 2024 ഫെബ്രുവരി മാസത്തിൽ പാലക്കാട് വെച്ചിട്ട് നമ്മുടെ സംസ്ഥാന സമ്മേളനവും നടക്കുകയാണ്. സമ്മേളനങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 50 കോടി തൊഴിലാളികളിൽ 93% തൊഴിലാളികളും ജോലി ചെയ്യുന്നത് അസംഘടിത മേഖലയിലാണ്. ഈ അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതിയായിട്ടുള്ള സാമൂഹ്യ സുരക്ഷ, അതുപോലുള്ള വേതനത്തെ സംബന്ധിച്ചിടത്തോളമുള്ള വ്യവസ്ഥകളൊന്നും പൂർണ്ണമായിട്ടും അവർക്ക് ലഭിക്കുന്നില്ല. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നും അതോടൊപ്പം തന്നെ അവർക്ക് മതിയായിട്ടുള്ള വേതനത്തെ സംബന്ധിച്ചിടത്തോളം 3 തരത്തിലുള്ള വേതനമാണുള്ളത്. ഒന്ന് മിനിമം വേതനം, അതുപോലെ ലിവിങ് വേതനം തുടങ്ങിയ വേതനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ BMS ആവശ്യപ്പെടുന്നത് മിനിമം വേതനത്തിന് പകരം ലിവിങ് വേതനം നടപ്പിലാക്കണം എന്നുള്ളതാണ്. ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വേതനം ലഭിക്കണം എന്നുള്ളതാണ്. ഇത്തരം കാര്യം സമ്മേളനം ചർച്ച ചെയ്യുകയും പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ BMS ജില്ലാ പ്രസിഡന്റ് CV തമ്പാൻ, ജില്ലാ സെക്രട്ടറി M വേണുഗോപാൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാലിന്യ സംസ്കരണത്തിലെ വീഴ്ച, പരിയാരം മെഡിക്കൽ കോളേജിനും കുറുമാത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും പിഴ. നടപടി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പരിശോധനയിൽ കണ്ടെത്തിയ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിനെതിരെ. തലശ്ശേരി ജില്ലാ ജഡ്ജിക്കും അഭിഭാഷകർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ. 3 കോടതികൾ 2 ദിവസത്തേക്ക് അടച്ചു. അലർജിക്ക് സമാനമായ ലക്ഷണങ്ങൾ ഏവർക്കും. എളയാകൂർ CHMൽ രക്തദാന ക്യാമ്പ് നടന്നു. ക്യാമ്പ് സംഘടിപ്പിച്ചത് സ്കൂൾ NSS യൂണിറ്റും ഗവൺമെന്റ് ഹോസ്പിറ്റലും ബ്ലഡ് ഡൊണേഷൻ കേരളയും സംയുക്തമായി. സ്വർണം ഇന്നൊരു ആഭരണമായിരിക്കാം, പക്ഷേ നാളെ അതൊരു സമ്പത്താണ്. വർത്തമാനത്തിന് ആത്മവിശ്വാസം നൽകുന്ന, ഭാവിക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു സമ്പത്ത്. ഇത് കണ്ണൂരിന്റെ സമ്പാദ്യ സ്വപ്നങ്ങൾക്ക് സ്വർണം ചാർത്തുന്ന ആരാധനാ ജ്വല്ലറി. 2019 ഉപ്പുമുളകും താരങ്ങൾ കണ്ണൂരിന് സമർപ്പിച്ച ആരാധനാ ജ്വല്ലറി ഗോൾഡ്, സിൽവർ, ഡയമണ്ട്, വാച്ചസ് ഇങ്ങനെ 4 കാറ്റഗറികളിലായി കണ്ണൂരിനെ ആഭരണങ്ങൾ അണിയിച്ചുകൊണ്ടേയിരിക്കുന്നു. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ബാങ്ക് ആൻഡ് സിറ്റിസൺ, കണ്ണൂർ, ഫാഹിൽ ആൻഡ് കുവൈറ്റ്. സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Thank you.
കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തകളിലേക്ക്. തലശ്ശേരി ജില്ലാ കോടതി കോംപ്ലക്സിലെ 3 കോടതികളിലെ ജുഡീഷ്യൽ ഓഫീസർമാർക്കും ജീവനക്കാർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് കോടതികളുടെ പ്രവർത്തനത്തെ ബാധിച്ചു. അഡീഷണൽ സെഷൻസ് കോടതി 2, 3, പ്രിൻസിപ്പൽ സബ് കോടതി എന്നിവിടങ്ങളിൽ ഉള്ളവർക്കാണ് ശാരീരിക പ്രശ്നങ്ങൾ കണ്ടത്. ജഡ്ജിമാർ ആശുപത്രിയിൽ ചികിത്സ തേടി. കടുത്ത ക്ഷീണം, പനി, ശരീരം ചൊറിഞ്ഞു തടിക്കുക എന്നിവയാണ് ലക്ഷണങ്ങൾ. 10 ദിവസമായി പലരിലും ലക്ഷണങ്ങൾ കണ്ടിരുന്നു. ഹൈക്കോടതി അനുമതിയോടെ 3 കോടതികൾ 2 ദിവസം അവധി പ്രഖ്യാപിച്ചു. ജഡ്ജിക്കും അഭിഭാഷകർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് തലശ്ശേരി ജില്ലാ കോടതിയിലെ 3 കോടതികൾ 2 ദിവസത്തേക്ക് അടച്ചിട്ടത്. കോടതിയിലെത്തിയ 50ഓളം പേർക്കാണ് പനിയും ശരീരവേദനയും അനുഭവപ്പെട്ടത്. മെഡിക്കൽ സംഘം കോടതിയിലെത്തി പരിശോധന നടത്തി. 2 നിലകളിലായി പ്രവർത്തിക്കുന്ന 3 കോടതികളിൽ വന്നവർക്കാണ് ദേഹാസ്വാസ്ഥ്യം. ജഡ്ജിക്കും അഭിഭാഷകർക്കും കോടതി ജീവനക്കാർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അലർജിക്ക് സമാനമായ ലക്ഷണങ്ങൾ ഒരു ജഡ്ജി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉച്ചവരെ ഏകദേശം ക്യാമ്പും മെഡിക്കൽ ക്യാമ്പും അതുപോലെ തന്നെ രക്തവും മറ്റുള്ള സ്രവമൊക്കെ പരിശോധനയ്ക്ക് എടുത്തെങ്കിലും വീണ്ടും അതിൻ്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫോഗിങ് നടത്തുന്നുണ്ട്. എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ട് തന്നെ ഫോഗിങ് നടത്തുന്നുണ്ട്. വൈകുന്നേരം 5 മണിക്ക് എല്ലാ കോടതിയിലും കൃത്യമായിട്ട്, സാധാരണ 5 മണിക്കാണെങ്കിലും 6-7 മണി വരെ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന കോടതികളിലൂടെ കൃത്യമായി അടച്ചിട്ടിട്ട്, മുഴുവൻ കോടതികളും അടച്ചിട്ട് പൂർണ്ണമായും അവരെയൊക്കെ പുറത്ത് മാറ്റി നിർത്തിക്കൊണ്ട് ഫോഗിങ് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. നാളെ കാലത്ത് മാത്രമാണ് ഇനി ആ രീതിയിലേക്ക് ഓഫീസുകൾ തുറക്കാൻ പോകുന്നത്. മെഡിക്കൽ സംഘം കോടതിയിലെത്തി പരിശോധന നടത്തി. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായവരുടെ രക്തസാമ്പിളും ശേഖരിച്ചു. ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. മുൻകരുതൽ ഭാഗമായി അഡീഷണൽ ജില്ലാ കോടതി 2ഉം 3ഉം പ്രിൻസിപ്പൽ സബ് കോടതിയും വെള്ളിയാഴ്ച വരെ പ്രവർത്തിക്കില്ല. തൊട്ടടുത്തത് പുതിയ കോടതി സമുച്ചയത്തിന്റെ പണി നടക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള പൊടിപടലങ്ങൾ കാരണമാണോ ആരോഗ്യ പ്രശ്നങ്ങളെന്നും സംശയിക്കുന്നു. എളയാവൂർ CHM ഹയർ സെക്കൻഡറി സ്കൂൾ, എളയാവൂർ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലും ബ്ലഡ് ഡൊണേഷൻ കേരളയും ചേർന്ന് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കണ്ണൂർ നോബൽ ഡയഗ്നോസിസ് പാത്തോളജിസ്റ്റ് ഡോക്ടർ സലീം ഉദ്ഘാടനം ചെയ്തു. 2,68,000 ആളുകൾ, സ്ത്രീകൾ പ്രസവത്തിനോടനുബന്ധിച്ച സമയങ്ങളിൽ മരിക്കുന്നുണ്ട്. ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ഗർഭചിത്രമുണ്ടായിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് 2,68,000 ആളുകൾ മരിക്കാൻ, സ്ത്രീകൾ മരിക്കാൻ. ഇതിൽ 99% മരണവും ഈ വികസ്വര രാജ്യങ്ങൾ, ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങൾ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വേണ്ടതിനാവശ്യമായ രക്തം കിട്ടുന്നില്ല എന്നതുകൊണ്ട് മാത്രം. നമ്മുടെ ആവശ്യത്തിനെ കൊടുക്കുള്ളൂ. എപ്പോഴേക്കും ആൾക്കാർ നിർബന്ധിതപൂർവ്വം നമ്മൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ പോകുള്ളൂ. അല്ലാണ്ട് സന്നദ്ധരായിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നില്ല. എന്താ കാര്യം? പല തെറ്റിദ്ധാരണകളുള്ളതാണ്. കൊടുത്തു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് മറ്റോ, കൊടുക്കുമ്പോൾ വലിയ വേദന ഉണ്ടാവോ, കൊടുത്തു കഴിഞ്ഞാൽ പാർശ്വഫലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് ഒരു മടി വരിക. അതേ സമയത്ത് ശരിക്കും പറയുന്നത് വെച്ചാൽ ആ ഒരു 10-15 മിനിറ്റ് എടുക്കുള്ളൂ രക്തദാനം നൽകാൻ വേണ്ടി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് അവർ ഏറ്റവും അധികം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പുതിയ നീഡുകളും ബാഗുകളൊക്കെ ഉപയോഗിക്കും. ഒരു വിധത്തിലും നമുക്ക് അതിൽ കൊണ്ടൊരു രോഗം വരും. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷഹീദ മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് മുഹമ്മദ് അലി കൂടാളി അധ്യക്ഷനായി. പ്രിൻസിപ്പൽ സുഹൈൽ C, ഹെഡ്മാസ്റ്റർ സുബൈർ PP, അസ്ലം വലിയന്നൂർ, MP അഷ്റഫ്, PP ആരിഫ്, ഷബീർ കുഞ്ഞിപ്പള്ളി, രേഷ്മ രാജേഷ്, മുഹമ്മദ് മുസമ്മിൽ, സമീറ അഷ്റഫ്, ബിന്ദു KP, തൻസീർ ഹാഷിം, റസ്ലത്ത് നിഹാൽവി എന്നിവർ സംസാരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ യൂസഫ് പുന്നക്കൽ സ്വാഗതവും ലീഡർ നിബ്രാസ് നന്ദിയും പറഞ്ഞു. പുഴാതി രാമഗുരു UP സ്കൂൾ 160ാം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായി. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ പത്മശ്രീ SRD പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വാർഷിക ആഘോഷ ലോഗോ നിർമ്മാണ ശില്പികൾക്കുള്ള ഉപഹാരവും നൽകി. വളരെ കാലം മുമ്പ്, 160 കൊല്ലം മുമ്പേ, ഒരു കുടിപ്പള്ളിക്കൂടം എന്ന നിലയിലാണ് ഈ സ്കൂൾ തുടങ്ങിയത് എന്നാണ് ഇതിന്റെ ചരിത്രം. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുമ്പോൾ ഇവിടെ കുറെ ആൾക്ക് ജോലി കിട്ടണം, IT മേഖലയിലാവണം എന്നൊക്കെയുള്ള ഉദ്ദേശമൊന്നും ആയിരുന്നില്ല മഹാനായ ആ ഗുരുവിന് ഉണ്ടായിരുന്നു. ഇവിടെയുള്ള കുറെ കുട്ടികളെ സാംസ്കാരികമായ പാഠങ്ങൾ പഠിപ്പിക്കണം, സംസ്കൃതവും മലയാളവും ഒക്കെ പഠിച്ച് അവർ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ വായിക്കണം. അതിലുള്ള വലിയ കാര്യങ്ങൾ അവർ ഉൾക്കൊള്ളണം.
ഒരു സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ തുടക്കം അവരിൽ നിന്നുണ്ടാവണം എന്നൊക്കെ ആയിരിക്കാം ആ മഹാഗുരുവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന വികാരം. ചിറക്കലിൽ 160 വർഷമായി വിദ്യാഭ്യാസ രംഗത്ത് തലയുയർത്തി നിൽക്കുന്ന വിദ്യാലയമാണ് രാമഗുരു UP സ്കൂൾ. രാമൻ ഗുരുക്കളാൽ സ്ഥാപിതമായ ഈ വിദ്യാലയത്തിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷ പരിപാടികൾക്കാണ് തുടക്കമായത്. ഹെഡ് മിസ്ട്രസ് KP ധനലക്ഷ്മി, വിജേഷ് K, ശശീന്ദ്രൻ, പ്രസാദ് P നാരായണൻ, VK ലളിതാദേവി, K ബാലകൃഷ്ണൻ മാസ്റ്റർ, K ബാബു, മഹമ്മൂദ് ഹാജി, CC രതീഷ്, MV ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. LSS USS വിജയികൾക്ക് ഉപഹാര സമർപ്പണവും നടന്നു. വിദ്യാർത്ഥികൾക്കുള്ള എൻഡോൺമെന്റ് വിതരണം വളപട്ടണം CI ജേക്കബ് MT നിർവഹിച്ചു. ലോഗോ നിർമ്മാണ ശില്പിക്ക് ഉപഹാരവും നൽകി. കണ്ണൂർ രൂപത രജത ജൂബിലിയുടെയും ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെയും സമാപന ആഘോഷം നവംബർ 5 ഞായറാഴ്ച രാവിലെ 9:30 മുതൽ 5:30 വരെ രൂപത ആസ്ഥാന ദേവാലയമായ ഭരണശ്ശേരി ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 9:15 ദിവ്യകാരുണ്യ എക്സിബിഷന്റെ ഉദ്ഘാടനം ഫാദർ അലക്സ് വടക്കുംതല നിർവഹിക്കും. കണ്ണൂർ രൂപത യഥാർത്ഥത്തിൽ 5 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു വിശ്വാസ പൈതൃകമുള്ള ഒന്നാണ്. യഥാർത്ഥത്തിൽ 1501 ഇവിടെയുള്ള കത്തോലിക്ക സമൂഹത്തിൻ്റെ ആരംഭമുണ്ടായത്. എന്നാലും അതിനുശേഷം യഥാർത്ഥത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നത് 1923 മുതൽ മാത്രമാണ്. 1923 കോഴിക്കോട് രൂപത സ്ഥാപിതമായി. 23 സ്ഥാപിതമായ കോഴിക്കോട് രൂപതയ്ക്ക് അതിൻ്റെ അജപാലന പ്രവർത്തനത്തിന് വടക്കൻ കേരളത്തിൻ്റെ 6 റവന്യൂ ജില്ലകൾ ഉണ്ടായിരുന്നു. വടക്കൻ കേരളത്തിൻ്റെ 6 ജില്ലകളിലുള്ള പ്രവർത്തനങ്ങൾ സജീവമായി കൊണ്ടുപോകുവാൻ സാധ്യമല്ലാത്തതിനാൽ അഭിവന്യ അന്നത്തെ കോഴിക്കോട് രൂപതാമത്രനായിരുന്ന അഭിവന്യ മാക്സ്വൽ നെറോണ പിതാവിൻ്റെ പ്രത്യേകമായ അഭ്യർത്ഥന മാനിച്ചാണ് വത്തിക്കാൻ, പ്രത്യേകിച്ച് വിശുദ്ധ ജോൺ പോൾ II പാപ്പ 1998 നവംബർ 5 കണ്ണൂർ രൂപത സ്ഥാപിക്കുന്നത്. പ്രത്യേകിച്ച് സെൻറ് റീസസ് സ്കൂളും സെൻറ് മൈക്കിൾ സ്കൂളും കണ്ണൂർ രൂപത ആരംഭിച്ചതാണ്. അതിനുശേഷമാണ് സാവധാനം അത് ഇന്നുള്ള നടത്തിപ്പുകാർക്ക് കൈമാറിയത്. അപ്പോൾ ഈ സ്ഥാപനങ്ങളുടെ കീഴിൽ അതിലൂടെയൊക്കെ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടും സർവോന്മുഖമായ സാമൂഹ്യ വളർച്ച സാധ്യമാക്കിക്കൊണ്ടും മുന്നേറിയ കണ്ണൂർ രൂപത 25 വർഷം പൂർത്തിയാക്കുന്ന സമയത്ത് തികഞ്ഞ ആത്മീയ ആഘോഷങ്ങളോടുകൂടിയാണ് ഈ പരിപാടികൾ നടത്തപ്പെടുന്നത്. ആദ്യം ദിവ്യകാരുണ്യ ആരാധന നടക്കും. ഫാദർ സന്തോഷ് വില്യം നേതൃത്വം നൽകും. 9:30 തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ദിവ്യകാരുണ്യ പ്രഭാഷണം നടത്തും. ബിഷപ്പ് വർഗീസ് ചാക്കാലക്കൽ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് നേതൃത്വം നൽകും. തുടർന്ന് വൈകിട്ട് 4:15 കണ്ണൂർ ഭരണശ്ശേരി കേന്ദ്രീകരിച്ച് ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ജനറൽ ഡോക്ടർ ക്ലാരൻസ് പാലിയത്ത്, റവറന്റ് ഫാദർ ബെന്നി മണപ്പാട്ട്, ഫാദർ വിപിൻ വില്യം, രതീഷ് ആന്റണി, പുഷ്പ ക്രിസ്റ്റി തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ശിക്ഷാ തടവുകാരൻ മരിച്ചു. മലപ്പുറം മേലാറ്റൂർ മക്കരപ്പറമ്പ് സ്വദേശി അബ്ദുൾ റഹ്മാനാണ് മരിച്ചത്. കൊലപാതകം, പിടിച്ചുപറി കേസുകളിൽ പ്രതിയായ ഇയാൾ 2019 കണ്ണൂർ ജയിലിൽ ശിക്ഷാ തടവുകാരനായി എത്തിയത്. ആസ്മ രോഗത്തെ തുടർന്ന് കുറച്ചുനാളുകളായി ജയിലിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഇന്നലെയായിരുന്നു മരണം സംഭവിച്ചത്. വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാലിന്യ സംസ്കരണത്തിലെ വീഴ്ച, പരിയാരം മെഡിക്കൽ കോളേജിനും കുറുമാത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും പിഴ. നടപടി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പരിശോധനയിൽ കണ്ടെത്തിയ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിനെതിരെ. തലശ്ശേരി ജില്ലാ ജഡ്ജിക്കും അഭിഭാഷകർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ. 3 കോടതികൾ 2 ദിവസത്തേക്ക് അടച്ചു. അലർജിക്ക് സമാനമായ ലക്ഷണങ്ങൾ ഏവർക്കും. എളയാകൂർ CHMൽ രക്തദാന ക്യാമ്പ് നടന്നു. ക്യാമ്പ് സംഘടിപ്പിച്ചത് സ്കൂൾ NSS യൂണിറ്റും ഗവൺമെന്റ് ഹോസ്പിറ്റലും ബ്ലഡ് ഡൊണേഷൻ കേരളയും സംയുക്തമായി. സ്വർണം ഇന്നൊരു ആഭരണമായിരിക്കാം, പക്ഷേ നാളെ അതൊരു സമ്പത്താണ്. വർത്തമാനത്തിന് ആത്മവിശ്വാസം നൽകുന്ന, ഭാവിക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു സമ്പത്ത്. ഇത് കണ്ണൂരിന്റെ സമ്പാദ്യ സ്വപ്നങ്ങൾക്ക് സ്വർണം ചാർത്തുന്ന ആരാധനാ ജ്വല്ലറി. 2019 ഉപ്പുമുളകും താരങ്ങൾ കണ്ണൂരിന് സമർപ്പിച്ച ആരാധനാ ജ്വല്ലറി ഗോൾഡ്, സിൽവർ, ഡയമണ്ട്, വാച്ചസ് ഇങ്ങനെ 4 കാറ്റഗറികളിലായി കണ്ണൂരിനെ ആഭരണങ്ങൾ അണിയിച്ചുകൊണ്ടേയിരിക്കുന്നു.
വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ബാങ്ക് ആൻഡ് സിറ്റിസൺ കണ്ണൂർ, ഫാഹിൽ ആൻഡ് മാരിയ, കുവൈറ്റ്. മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ വിശദമായി. കണ്ണൂർ ശ്രീനാരായണ കോളേജിൽ ആഡ് ഓൺ കോഴ്സായി ഇനി മെഡിക്കൽ കോഡിംഗും പഠിപ്പിക്കുന്നു. ആന്റോൺസ് മെഡിക്കൽ കോഡിന്റെ സാങ്കേതിക സഹായത്തോടെ കോളേജ് IQAC നടത്തുന്ന മെഡിക്കൽ കോഡ് ആൻഡ് ഓൺ കോഴ്സിന്റെ ഉദ്ഘാടനം ഇന്ന് നടന്നു. കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ CP സതീഷ് ഉദ്ഘാടനം ചെയ്തു. അതിനോട് റിലേറ്റഡ് ആയിട്ട് തന്നെ നമുക്കറിയാം ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് അവെയർ ആണ്. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്, എന്താണ് ഒരു ഇൻഷുറൻസ് എടുക്കേണ്ട ഇമ്പോർട്ടൻസ് എന്ന് ഇപ്പോൾ പണ്ടത്തേക്കാളും ഒരുപാട് അധികം ആൾക്കാർ അവെയറുമാണ്, കോൺഷ്യസുമാണ്. സോ ഹൗ ഓൾ ദീസ് തിങ്സ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അപ്പോൾ ഈ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു മെഡിക്കൽ കോഡറാണ് ആവുന്നത്. സോ വാട്ട് ഈസ് ദ ജോബ് ഓഫ് എ മെഡിക്കൽ കോഡർ? ഒരു മെഡിക്കൽ കോഡർ ആവാൻ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം? ഡിഗ്രിക്ക് ശേഷം ഉയർന്ന കരിയർ ഡെവലപ്മെന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കോഴ്സാണിത്. കുറഞ്ഞ കാലയളവിൽ പഠിച്ച് ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിക്കും. കോളേജിലെ കോഴ്സുകൾ പഠിക്കുന്നതിനൊപ്പം നൈപുണ്യ വികസനവും നടത്തുന്ന തരത്തിലുള്ള കോഴ്സാണിതെന്ന് ഡോക്ടർ KP പ്രശാന്ത് പറഞ്ഞു. ഹോസ്പിറ്റൽ മേഖലകളിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളെ വളരെ ലളിതമായി മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടൂളുകളാണ് മെഡിക്കൽ കോഡുകൾ. ആശുപത്രികൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും ഇടയിലുള്ള ആശയവിനിമയം സുതാര്യവും എളുപ്പവുമാക്കി മെഡിക്കൽ ബില്ലിംഗിലെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുവാൻ മെഡിക്കൽ കോഡിംഗ് സഹായിക്കുന്നു. ഇൻഷുറൻസ് റീഇംബേഴ്സ്മെന്റ് കൂടാതെ രോഗികളുടെ റെക്കോർഡ് നിലനിർത്തുന്നതിനും മെഡിക്കൽ കോഡിംഗ് ഉപകാരപ്പെടുന്നു. കോളേജ് IQAC കോർഡിനേറ്റർ ഡോക്ടർ KP പ്രശാന്ത് സംസാരിച്ചു. ആന്റോൺ മെഡിക്കൽ കോഡ് MT ശ്രീമതി സുജ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ദുബായിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ ഓപ്പൺ മീറ്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 200 മീറ്ററിൽ സ്വർണ്ണ മെഡലും ലോങ് ജമ്പിൽ വെള്ളി മെഡലും കരസ്ഥമാക്കിയ സുബിത പൂവട്ടയ്ക്ക് അനുമോദനം നൽകി. DD സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നൽകിയ അനുമോദന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് സുരേഷ് കുമാർ PP അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസർ KAS ബിന്ദു പരമേശ്വരൻ, ജൂനിയർ സൂപ്രണ്ട് ഗിരീഷ് TK, ഓഫീസ് സ്റ്റാഫ് വിന്നിൽ കുമാർ, സ്റ്റാഫ് സെക്രട്ടറി ആനന്ദ് കൃഷ്ണ TP തുടങ്ങിയവർ പങ്കെടുത്തു.
താരമായിരുന്നു സുവിധ. അവരെയൊക്കെ അഭിമാനമാക്കാനാണ് പറഞ്ഞു. ആദ്യത്തെ ടീമിലാണ് ഞാൻ പോകുന്നത്. അപ്പം എൻ്റെ സീനിയറായിട്ട് അന്ന് എന്താണ് ഞങ്ങളുടെ ഒരു റോൾ മോഡലായിട്ട്, കാരണം കണ്ണൂരിൽ നിന്ന് വന്ന് ഫുട്ബോൾ ടീം അധികമില്ല, അതും പെൺകുട്ടികൾ സ്ത്രീകൾ വളരെ അപൂർവമാണ്. അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴാണ് കോളേജ് ടീമൊക്കെ വരുന്നത്. എൻ്റെ കൃഷ്ണമേനോൻ കോളേജിൽ പോലും ആ സമയത്ത് അങ്ങനെ ഫുട്ബോൾ ടീമില്ല. പിന്നെയാണ് നമ്മളൊക്കെ വന്നതിന് ശേഷമാണ് ഫുട്ബോൾ ടീം വരുന്നത്. അപ്പം അന്ന് നമ്മുടെയൊക്കെ സീനിയർ ആയിരുന്ന ഒരാൾക്ക് ഈ ഒരു ഉപഹാരം ഈ വേദിയിൽ വെച്ച് കൊടുക്കാൻ സാധിച്ചു എന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷവും അതിലേറെ അഭിമാനവും. ചക്കരക്കൽ സബർമതി സർവീസ് സൊസൈറ്റി വിവിധ സംഘടനകളുമായി ചേർന്ന് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. നവംബർ 5 രാവിലെ 9 മണി മുതൽ പാളയത്തെ അഞ്ചരക്കണ്ടി മാപ്പിള LP സ്കൂളിലാണ് ക്യാമ്പ് നടക്കുകയെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഡോക്ടർ KP അബ്ദുൾ ഗഫൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. തിമിര ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നവർക്ക് തലശ്ശേരി കോൺട്രസ്റ്റ് കണ്ണാശുപത്രിയിൽ സൗജന്യ ശസ്ത്രക്രിയ ലഭ്യമാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സാധാരണക്കാരായ പാവങ്ങൾക്ക് പ്രത്യേകിച്ച് അവർ സാധാരണക്കാർ ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇങ്ങനെയുള്ള ഈ കണ്ണിൻ്റെയൊക്കെ വൈകല്യങ്ങൾ, കാഴ്ചക്കുറവ് അല്ലെങ്കിൽ തിമിരം പോലുള്ള കാര്യങ്ങളിലൊന്നും അവരത്ര ശ്രദ്ധ വെച്ച് പുലർത്തിയെന്ന് വരില്ല. അപ്പം ഇങ്ങനെ ഒരു അവസരം ഒരുക്കുമ്പം അവർക്കത് വലിയൊരു സഹായകമായി തീരും. അതും പൂർണ്ണമായും സൗജന്യമായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ഡോക്ടർ അബ്ദുൾ ഗഫൂറിനെ പോലെയുള്ള ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ളതും ഇതിന് ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ അത്രയൊക്കെയാണ് പറയുന്നത്. ചെറിയ പൈസക്ക്, വളരെ നിസ്സാര പൈസക്ക് കണ്ണടയൊക്കെ വിതരണം ചെയ്യുന്നു. അതോടൊപ്പം പിന്നെ തുടർ ചികിത്സയൊക്കെ ഈ കോൺട്രസ്റ്റ് ഏറ്റെടുക്കുന്നുള്ളൂ എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ സവിശേഷതകളായിട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പാളയം, ഹരിത കലാ സാംസ്കാരിക വേദി പാളയം, കോൺട്രസ്റ്റ് കണ്ണാശുപത്രി തലശ്ശേരി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പും സംഘടിപ്പിക്കുന്നത്. രാവിലെ 9 മണി മുതൽ പാളയത്തെ അഞ്ചരക്കണ്ടി മാപ്പിള LP സ്കൂളിലാണ് ക്യാമ്പ് നടക്കുക. തിമിര ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നവർക്ക് തലശ്ശേരി കോൺട്രസ്റ്റ് കണ്ണാശുപത്രി സൗജന്യ ശസ്ത്രക്രിയ ലഭ്യമാക്കുമെന്നും ഡോക്ടർ KP അബ്ദുൾ ഗഫൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുമെന്നും പഞ്ചായത്ത് അംഗം M അബ്ദുൾ ഖാദർ, M ജയപ്രകാശ്, KC അബ്ദുൾ റഹ്മാൻ, ശശി പാളയം, അഡ്വക്കേറ്റ് M വിനയരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സിവിൽ സർവീസ് സംരക്ഷണ യാത്രയുടെ ജില്ലാതല പര്യടനം നവംബർ 3-4 തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജാഥ നാളെ രാവിലെ പഴയങ്ങാടിയിൽ നിന്നും ആരംഭിച്ച് തളിപ്പറമ്പ് അവസാനിക്കും. ആദ്യ ദിവസത്തെ യാത്ര പഴയങ്ങാടിയിൽ രാവിലെ 9:30 CN ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജില്ലയിൽ പഴയങ്ങാടിയിൽ ജാഥ ആരംഭിച്ച് 1-ാം ദിവസം തളിപ്പറമ്പ് സമാപിക്കുകയും 2-ാം ദിവസം കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച് മമ്പറത്ത് സമാപിച്ച് കണ്ണൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കും. ഈ ജാഥയിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസ് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണെന്നും സിവിൽ സർവീസ് ഈ നാടിന് നേടിക്കൊടുത്ത നേട്ടങ്ങൾ അവരുമായി സംവേദിക്കാനും സിവിൽ സർവീസ് നാൾക്കുനാൾ ചുരുങ്ങുന്നത് എത്രത്തോളം സമൂഹത്തിനെ ബാധിക്കും എന്നൊക്കെ ജനങ്ങളുമായി സംവേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഈ കാൽനട ജാഥയായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ജനപക്ഷ സിവിൽ സർവീസ് ഉയർത്തിപ്പിടിക്കുക, ജനങ്ങൾക്ക് നല്ല മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുക, അതിനുള്ള ആവശ്യമായ കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതിനും അതിന് യഥാവിധി പരിഹാരം കാണുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ജാഥ സംഘടിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ സിവിൽ സർവീസ് ഏറ്റവും അപകടകരമായ നിലയിലൂടെയാണ് കടന്നുപോകുന്നത്. 40 ലക്ഷത്തോളം തസ്തികകളിൽ നിലവിൽ സ്ഥിര നിയമനമില്ല. കഴിഞ്ഞ 5 വർഷം മാത്രം 10 ലക്ഷത്തോളം തസ്തികകളാണ് നിയമനം നടത്താതെ ഒഴിച്ചിട്ടിരിക്കുന്നത്. കേന്ദ്രവിഹിതം വെട്ടിക്കുറയ്ക്കുന്ന സമീപനത്തിനെതിരെ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക, അഴിമതിക്കെതിരെ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ജാഥ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആദ്യ ദിനം പഴയങ്ങാടിയിൽ നിന്നും ആരംഭിച്ച് തളിപ്പറമ്പിലാണ് യാത്ര അവസാനിക്കുക. 2-ാം ദിനം കണ്ണൂരിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ മമ്പറത്ത് വൈകിട്ട് 4:30 സമാപിക്കും. സമാപന സമ്മേളനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CP മുരളിയാണ് ഉദ്ഘാടനം ചെയ്യുക. മമ്പറത്ത് ജാഥ അവസാനിച്ച് വയനാട് ജില്ലയിലേക്ക് ജാഥ പ്രവേശിക്കും. വാർത്താ സമ്മേളനത്തിൽ റോയി K ജോസഫ്, J ഹരിദാസ്, ഷൈജു CT തുടങ്ങിയവർ പങ്കെടുത്തു. കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് തോട്ടട വെസ്റ്റ് UP സ്കൂൾ കുട്ടികൾ ദേശസംരക്ഷണ പ്രതിജ്ഞയെടുത്തു. ഹെഡ്മാസ്റ്റർ KC ഗിരീഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ സോഷ്യൽ ക്ലബ്ബാണ് കേരളത്തിന്റെ വർണ്ണാഭമായ മാതൃക തീർത്ത് ദേശസംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിയത്. 150ഓളം സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ കേരളത്തിന്റെ അതിരുകൾ തീർത്തപ്പോൾ 100ഓളം വിദ്യാർത്ഥികൾ ജില്ലയ്ക്ക് വേണ്ടി അണിനിരന്നു. വേറിട്ടൊരു കാഴ്ച തന്നെയായിരുന്നു വിദ്യാർത്ഥികൾ ഒരുക്കിയത്. जनजी
സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 10 രൂപ കൂടി. 1 ഗ്രാം സ്വർണം 5650 രൂപ, പവന് 45,200 രൂപ, വെള്ളി 78 രൂപ. അറിയിപ്പ്. ജില്ലാ പഞ്ചായത്ത് വക പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം. ജില്ലയിലെ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം നൽകും. 6 പട്ടികവർഗ മേഖലകളിലെ സ്കൂളുകളിലെ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രഭാത ഭക്ഷണം നൽകുക. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പാല, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പടിയൂർ, മണത്തണ ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ കരിക്കോട്ടക്കരി, സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ കുന്നോത്തുപറമ്പ്, സെന്റ് ജോസഫ് സ്കൂൾ കേളകം എന്നീ 6 സ്കൂളുകളിലെ 381 പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് 11 ലക്ഷം രൂപ മാറ്റിവെച്ചുകൊണ്ട് പ്രഭാത ഭക്ഷണം നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. ഭരണഭാഷാ വാരാഘോഷം. ജനപ്രതിനിധികൾക്കും ജീവനക്കാർക്കും അനുഭവക്കുറിപ്പ് മത്സരം. മലയാള ദിനം ഭരണഭാഷാ വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് തദ്ദേശ സ്ഥാപന പ്രതിനിധികൾക്കും ജീവനക്കാർക്കും അധ്യാപകർക്കുമായി അനുഭവക്കുറിപ്പ് മത്സരം സംഘടിപ്പിക്കുന്നു. ജീവനക്കാരും അധ്യാപകരും സർവീസ് ജീവിതത്തിൽ സ്പർശിച്ചതോ സ്വാധീനിച്ചതോ ആയ അനുഭവത്തെക്കുറിച്ചുള്ള കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. ജനപ്രതിനിധി എന്ന നിലയിൽ ബന്ധപ്പെട്ടുണ്ടായ ശ്രദ്ധേയമായതോ മനസ്സിനെ സ്പർശിച്ചതോ ആയ അനുഭവം കുറിപ്പിന് വിഷയമാക്കാം. 3 വിഭാഗത്തിലും പ്രത്യേകമാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. വിശദമായ വ്യക്തിവിവരം, ഫോൺ നമ്പർ എന്നിവ സഹിതം അനുഭവക്കുറിപ്പുകൾ നവംബർ 7-നകം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കണം. നാഷണൽ ലോഗ് അദാലത്ത്. കണ്ണൂർ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും തലശ്ശേരി കണ്ണൂർ തളിപ്പറമ്പ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ നാഷണൽ ലോഗ് അദാലത്ത് ഡിസംബർ 9 രാവിലെ 10 മണി മുതൽ നടക്കും. ജില്ലയിലെ വിവിധ കോടതികളിൽ തീർപ്പാക്കാതെ കിടക്കുന്ന സിവിൽ കേസുകൾ, ഒത്തുതീർപ്പാക്കാവുന്ന ക്രിമിനൽ കേസുകൾ, വാഹന അപകട നഷ്ടപരിഹാര കേസുകൾ, ബാങ്ക് കേസുകൾ, സ്ഥലം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട കേസുകൾ, കാനറ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ എന്നിവ പരിഗണിക്കും. തലശ്ശേരി, കണ്ണൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ, കൂത്തുപറമ്പ്, മട്ടന്നൂർ എന്നിവിടങ്ങളിലെ കോടതിയിലാണ് അദാലത്ത്. റീൽസ് പോസ്റ്റർ മത്സരം. നവകേരള സദസ്സിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി റീൽസ് പോസ്റ്റർ മത്സരം നടത്തുന്നു. നവകേരള സദസ്സ് കേരളത്തിന്റെ പുതിയ യുഗപ്പിറവി എന്ന തീം ആസ്പദമാക്കിയാണ് തയ്യാറാക്കേണ്ടത്. സർക്കാർ പദ്ധതികൾ, നേട്ടങ്ങൾ എന്നിവയും ഉപയോഗിക്കാം. റീൽസിന് 30 സെക്കൻഡ് ദൈർഘ്യം ഉണ്ടായിരിക്കണം. നവംബർ 10-നകം ഇമെയിലിൽ ലഭ്യമാക്കണം. പേര്, സ്ഥലം, വിദ്യാലയത്തിന്റെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ഉൾപ്പെടുത്തണം. മികച്ച സൃഷ്ടികൾക്ക് പുരസ്കാരങ്ങൾ നൽകുകയും സർക്കാർ ഔദ്യോഗിക സംവിധാനങ്ങളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും. അപേക്ഷ ക്ഷണിച്ചു. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികളുടെ മാനസികാരോഗ്യ നില നിർണ്ണയിക്കുന്ന ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എക്സ്പേർട്ട് പാനൽ രൂപീകരിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യരായവർ അപേക്ഷ, ഫോട്ടോ, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷ നൽകുക. അവസാന തീയതി നവംബർ 15 വൈകിട്ട് 5 മണി. വിലാസം: ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ്, മുനിസിപ്പൽ ടൗൺ ഹാൾ, ഷോപ്പിംഗ് കോംപ്ലക്സ്, 2-ാം നില, റൂം നമ്പർ S6, തലശ്ശേരി 670104. ജവഹർ നവോദയ വിദ്യാലയം തീയതി നീട്ടി. ചെണ്ടയാട് ജവഹർ നവോദയ വിദ്യാലയത്തിൽ 2024-25 അധ്യയന വർഷത്തിൽ 9-11 ക്ലാസുകളിലേക്കുള്ള ലാറ്ററൽ എൻട്രി പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി നവംബർ 7 വരെ നീട്ടി. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. താൽക്കാലിക നിയമനം. കണ്ണൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വിമൻസ് പോളിടെക്നിക് കോളേജിൽ ജനറൽ വർക്ക്ഷോപ്പ്, കാർപ്പന്ററി, ഷീറ്റ് മെറ്റൽ വിഭാഗത്തിൽ ട്രേഡ്മാൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. ട്രേഡ്മാൻ തസ്തികയ്ക്ക് THSLC, ITI എന്നിവയാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ബയോഡാറ്റ എന്നിവയുടെ പകർപ്പുകൾ സഹിതം നവംബർ 6 രാവിലെ 10 മണിക്ക് കോളേജിൽ എത്തിച്ചേരണം. വാക്ക് ഇൻ ഇന്റർവ്യൂ. NHM കീഴിൽ കരാറടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസർമാരെ നിയമിക്കുന്നു. MBBS-ഉം TCMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമാണ് യോഗ്യത. താൽപ്പര്യമുള്ളവർ നവംബർ 6 രാവിലെ 10 മണിക്ക് കണ്ണൂർ NHM ഓഫീസിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. ജില്ലാതല പ്രസംഗ പ്രബന്ധ മത്സരം 4-ന്. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി താലൂക്ക് തലത്തിൽ നടത്തിയ പ്രസംഗ പ്രബന്ധ മത്സരത്തിൽ വിജയിച്ച കോളേജ്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നവംബർ 4 രാവിലെ 10 മണിക്ക് കണ്ണൂർ സഹകരണ പരിശീലന കേന്ദ്രത്തിൽ ജില്ലാതല മത്സരം സംഘടിപ്പിക്കും. കാലാവസ്ഥ. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടി മഴ കനത്തേക്കും. കേരള, കർണാടക തീരത്തും ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 1.2 മീറ്റർ മുതൽ 2 മീറ്റർ വരെയും, തെക്കൻ തമിഴ്നാട് തീരത്ത് 1.2 മുതൽ 2.1 മീറ്റർ വരെയും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശമുള്ള
കേരള തീരത്ത് 2/11/2023 രാത്രി 11:30 വരെ 1.2 മുതൽ 2 മീറ്റർ വരെ, തെക്കൻ തമിഴ്നാട് തീരത്ത് 1.2 മുതൽ 2.1 മീറ്റർ വരെയും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. അതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിതമായ അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാലിന്യ സംസ്കരണത്തിലെ വീഴ്ച, പരിയാരം മെഡിക്കൽ കോളേജിനും കുറുമാത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും പിഴ. നടപടി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പരിശോധനയിൽ കണ്ടെത്തിയ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിനെതിരെ. തലശ്ശേരി ജില്ലാ ജഡ്ജിക്കും അഭിഭാഷകർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ. 3 കോടതികൾ 2 ദിവസത്തേക്ക് അടച്ചു. അലർജിക്ക് സമാനമായ ലക്ഷണങ്ങൾ ഏവർക്കും. എളയാകൂർ CHM-ൽ രക്തദാന ക്യാമ്പ് നടന്നു. ക്യാമ്പ് സംഘടിപ്പിച്ചത് സ്കൂൾ NSS യൂണിറ്റും ഗവൺമെന്റ് ഹോസ്പിറ്റലും ബ്ലഡ് ഡൊണേഷൻ കേരളയും സംയുക്തമായി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.